അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിൽ കർക്കിടക വാവു ബലിക്ക് വെക്കുന്ന ഒരു പ്രത്യേകതരം വിഭവമാണ്. പച്ചരി ചോറും അതുപോലെ തന്നെ മത്തങ്ങയും ചെറുപയറും ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം കറിയാണ്. അപ്പോൾ ഇത് പണ്ട് കാലം മുതൽക്കേ ഉണ്ടാക്കാറുണ്ട്, നമ്മൾ ചെറുപ്പകാലത്തിലേക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അതുണ്ടാക്കി, അപ്പോൾ നമ്മുടെ വരും തലമുറയ്ക്ക് കൂടി അതൊന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മളിന്ന് ഈ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉണ്ടാക്കുന്ന വിധമൊക്കെ നമുക്ക് വീഡിയോയുടെ പിന്നാലെ കാണിക്കാം. അപ്പോൾ നമുക്കത് ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, കഴിച്ചോളൂ. ഒരു പ്രത്യേകതരം ടേസ്റ്റാണ്. ഇത് നമ്മളെ പച്ചരി, വെള്ളപ്പച്ചരിയാണ് എടുക്കുന്നത്. വെള്ളപ്പച്ചരി നല്ലതുപോലെ വെന്ത് കുഴഞ്ഞിരിക്കുകയാണ്. അതും ഈ മത്തങ്ങ കറിയും കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്, നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ ഇത് പണ്ട് കാലം മുതൽക്കേ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ രുചി അനുഭവിക്കുന്ന ഒറിജിനലാണോ എന്ന് നോക്കാനായിട്ട് നമ്മൾ ടെസ്റ്റർ ഇവിടെ അടുത്തിരുന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു പഴയ രീതിയിൽ തന്നെ അല്ലേ? അതെ. അപ്പോൾ ഇതുണ്ടാക്കുന്ന വിധം നമ്മൾ വീഡിയോയിൽ തുടർന്ന് കാണിക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ മുഴുവനായി കാണണം. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് അമർത്തിയാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരും. സ്നേഹപൂർവ്വം കല്ലറയുടെ കലവറ. അപ്പോൾ നമ്മുടെ മത്തങ്ങക്കറി ആണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മത്തങ്ങക്കറി വയ്ക്കുന്നതിനായിട്ട് നമുക്ക് മത്തൻ പുറംതൊലി ചെത്തി ഇതുപോലെ ചെറിയ പീസുകളായിട്ട് ആദ്യം തന്നെ കട്ട് ചെയ്ത് എടുക്കാം. ഇതിനെ നമുക്ക് നല്ലതുപോലെ കഴുകി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആ പയറാണ് ആദ്യം വേവിച്ചെടുക്കേണ്ടത്. നമ്മളൊരു പാത്രം വെച്ച് അതിലേക്ക് വെള്ളവും വെച്ചിട്ട് ഇത്ര നമ്മൾ എടുത്തിരിക്കുന്ന മത്തന് ഒരു 100 ഗ്രാം പയറിൻ്റെ ആവശ്യമേ വരത്തുള്ളൂ. ആ ചെറുപയർ കഴുകി വൃത്തിയാക്കി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുക്കറിലാണെങ്കിൽ ഒരു 2-3 വിസിലിനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. നമ്മളല്ലാതെ ഓപ്പണായിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ പയർ ഒരു 3/4 ഭാഗത്തോളം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുന്ന മത്തൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ ഞങ്ങളെ ഏരിയയിലൊക്കെ മത്തങ്ങ വീട്ടിൽ സുലഭമായിട്ടൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പോൾ ഒന്നും ഇങ്ങനെ ഇത് കിട്ടാറില്ല. അപ്പോൾ ഇത് കടയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഈ മത്തനും ചേർത്തു. മത്തൻ വേവുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അതുപോലെ തന്നെ നമ്മുടെ ഈ മത്തൻ കറിക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ഇപ്പോൾ തന്നെ ചേർത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം വലിയ തീ വേണ്ട, ഒരു ചെറിയ തീയിൽ നമുക്ക് അടച്ച് ഉപയോഗിക്കാം. ഈ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനൊരു കൂട്ടരപ്പ് തയ്യാറാക്കണം. ഇപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ, ഒരു കപ്പ് തേങ്ങ എടുക്കാം. പച്ച തേങ്ങയാണ് ഇതിന് നല്ലത്. തേങ്ങയും അതുപോലെ തന്നെ 3 ചെറിയ ഉള്ളിയും ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, അതുപോലെ കുറച്ച് കറിവേപ്പിലയും, പിന്നെ ആവശ്യത്തിന് ജീരകം 1 സ്പൂൺ കിടക്കട്ടെ, നല്ല ഫ്ലേവർ കിട്ടും. അത് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മത്തനും പയറും എല്ലാം നല്ലതുപോലെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനേക്ക് ആവശ്യമെന്ന് പറഞ്ഞത് ഒരു താളിപ്പ് ആണ്. അത് കടുക് വറുത്തിടാം. അപ്പം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. വെളിച്ചെണ്ണയ്ക്കാണ് ഇതിനൊക്കെ കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. വെളിച്ചെണ്ണയിലേക്ക് കടുകൊക്കെ ഇട്ട് പൊട്ടിച്ച് അതിലേക്ക് നമ്മളൊരു 2-3 ചെറിയ ഉള്ളി അരിഞ്ഞെടുക്കണം. ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർത്ത് വറുത്തെടുക്കുന്നതാണ് കടുവറുപ്പിന് ഏറ്റവും നല്ല ടേസ്റ്റ്. കറികൾക്കും ടേസ്റ്റ് നൽകുന്ന ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ഉള്ളി, അതുപോലെ തന്നെ 2-3 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നമുക്കിതിനെ വറുത്തെടുക്കണം. ഉള്ളിയുടെ നിറം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയം വരെ നമ്മളിതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ അത് തയ്യാറായി. ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക്, മത്തങ്ങ കറിയിലേക്ക് ആ താളിപ്പ് കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മത്തങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പച്ചരി ചോറ്
വെച്ചിട്ടുണ്ട്. പച്ചരിച്ചോറ് എന്ന് പറയുന്നത് നല്ലതുപോലെ വെന്ത് കുഴയുന്നതാണ്. അതായത് വെള്ള പച്ചരിയാണ് നമ്മളിവിടെയൊക്കെ സാധാരണ ഇതിനായിട്ട് എടുക്കുന്നത്. അതുപോലെ വെച്ച് വറ്റിച്ച് തന്നെ എടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ കുഴഞ്ഞ് കിട്ടും, എങ്കിലാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ കുഴഞ്ഞ പച്ചരി ചോറിലേക്ക് നമ്മൾ ഈ മത്തങ്ങ കറി കൂടെ വെച്ചതിന് ശേഷം നമുക്ക് കഴിക്കാം. അപ്പം നമ്മുടെ പണ്ട് കാലം മുതലേ നമ്മുടെ നാട്ടിലൊക്കെ ഇത് സർവ്വസാധാരണമായി എല്ലാ വീടുകളിലും ഈ ദിവസം വയ്ക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ പല വീടുകളിലും ഇല്ല, വയ്ക്കാറില്ല. ഇതൊരു വളരെ ടേസ്റ്റാണ്. ഇത് രണ്ടും കൂടെ ചേർത്ത് കഴിക്കാൻ. നമ്മൾ പച്ചരിച്ചോറ് വയ്ക്കുമ്പോൾ ചോറിൽ ഉപ്പ് കൂടി ചേർത്താണ് വേവിക്കുന്നത്. അതുകൊണ്ട് ഇത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇന്നത്തെ വിഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരാം. സ്നേഹപൂർവ്വം കല്ലറയുടെ കലവറ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക.